സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ നേരിട്ട് തന്നെ വിളിച്ച് പൊന്നാനിയിലൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലാണ്ട് കിടക്കുകയാണ്. അവിടെയുള്ള മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. വിദേശത്തൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഈ വെള്ളത്തിൽ പെട്ടുപോയ ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ, അവരും ആശങ്കാകുലരാണ്. അങ്ങനെ ലോകമാകെയുള്ള മലയാളികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. മുൻ മാതൃകകൾ അങ്ങനെയല്ല. നല്ല ആത്മവിശ്വാസം പകരേണ്ട സമയമാണ്. ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും എല്ലാം ഏകോപിപ്പിക്കേണ്ട സമയമാണ്. ആവശ്യം വന്നാൽ ഓടി ദുരന്തമുഖത്തേക്ക് പോകേണ്ട സമയമാണ്. മറ്റെല്ലാ പരിപാടികളും ഇനിയുള്ള മണിക്കൂറുകളിലെങ്കിലും മുഖ്യമന്ത്രി മാറ്റിവെക്കണം. ഇക്കാണുന്ന അനൗചിത്യം ഇനി ഉണ്ടാകരുത്. ഇന്ന് ഇതിനു പുറമെയും മറ്റു ചില സ്വകാര്യ പരിപാടികൾ, നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടികളിലൊക്കെ ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് നിരാശാജനകമാണ്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അദ്ദേഹം ദുരന്തമുഖത്ത് സജീവമാകാൻ ഇനിയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളം ഇന്ന് വലിയൊരു ദുരന്ത കയത്തിലാണല്ലേ. മഴക്കെടുതിയിൽ ഒരുപാട് ജില്ലകളിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ടായി, ഒരുപാട് പേര് മരണപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ചാനലിലൂടെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ആൾക്കാർ ദുരിതത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്നും സഹായിക്കാനോ ഒന്നും തന്നെ ആരും ചെല്ലാത്തൊരവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളിലാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറ് ചെയ്തൊരു പ്രവൃത്തി, അതാണിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. അദ്ദേഹം ഈ ഒരു കേരളത്തിലെ ജനങ്ങൾ ഈ ദുരിതക്കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അവരെ കൈപിടിച്ച് ഉയർത്തേണ്ട മുഖ്യമന്ത്രി തന്നെ പല സ്ഥലങ്ങളിലും വിരുന്നുണ്ടും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ തുലാഭാരവും തൂക്കിയൊക്കെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ വി ഡി സതീശൻ സാർ അധികാരത്തിൽ കയറിയപ്പോൾ ഒരുപാട് സന്തോഷിച്ചവരാണ് നമ്മളൊക്കെ. കാരണം നമ്മുടെ കേരളത്തിന് ഒരു പുതിയ മാറ്റം ഉണ്ടാകുന്നു നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് ഒരുപാട് നമ്മളൊക്കെ സന്തോഷിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാകേണ്ട മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ പല സ്ഥലങ്ങളിലും ഏതൊക്കെയോ മുസ്ലിംസിന്റെ വീടുകളിൽ പോയിട്ട് വിരുന്നുണ്ട് നടക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നത്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആളുകൾ ഇത്രയും വലിയ ദുരിതം അനുഭവിക്കുമ്പോൾ, ഈ വള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ കാരണം വീടും സ്വത്തൊക്കെ നഷ്ടപ്പെട്ട് ആളുകൾ മറ്റേ ക്യാമ്പിൽ താമസിക്കുമ്പോൾ ആളുകളൊക്കെ വളരെ പ്രയാസത്തിലാണ്. നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, വീടിന്റെ ഒക്കെ 1ാം നില വരെയും വെള്ളം കയറിയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രി അവിടെ ലെഗ് പീസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു മുഖ്യമന്ത്രി തന്നെ. യാത്രാക്ഷീണം കാണും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മന്ത്രി ചിരിക്കണ്ടല്ലോ അല്ലെ. ഹൈറ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ ന്യായീകരിക്കണം. രാവിലെ കൊച്ചിയിലെ അമ്മായിപ്പനെ വിസിറ്റ്, ഉച്ചയ്ക്ക് ശർക്കര കൊണ്ടുള്ള തുലാഭാരം, വൈകിട്ട് നല്ല മട്ടൻ ബിരിയാണി. ഇതാണ് സതീശൻ സാറിന്റെ ഒരു ദിവസത്തെ ടൈം ടേബിൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ സേവിച്ചെങ്കിൽ ഇപ്പത്തെ മുഖ്യമന്ത്രി നല്ല ബിരിയാണി സേവിക്കുന്നു. അല്ലേ സതീശൻ സാറെ വ്യത്യാസം? നന്നായി വെളുപ്പിക്കാൻ പറയൂ, നന്നായി തന്നെ വെളുപ്പിക്കണം.
എന്തൊരവസ്ഥയാണല്ലേ നമ്മളുടെ ഓരോരുത്തരുടെയും. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ CM ഇത്രയും പ്രശ്നം നടക്കുമ്പോഴത്തേക്കും ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. എങ്ങനെയാണ് അയാൾക്ക് തീർക്കാൻ സാധിക്കുന്നതെന്ന് എത്ര ആലോചന മനസ്സിലാവില്ല. മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യർക്കൊന്നും സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് രാവിലെ അപ്പം മരണം 9 മിക്ക ജില്ലകളും നാശനഷ്ടത്തിലാണ്, മിക്ക ജില്ലകളും വെള്ളപ്പൊക്കത്തിലാണ്. അപ്പോഴും സിനിമാ താരങ്ങളോടൊപ്പം ചിരിച്ച് കൊഞ്ചി കുഴഞ്ഞ് ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കെല്ലാം നടക്കാൻ പറ്റും. എനിക്കിപ്പോ കഷ്ടം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ ഒരു സമയത്തും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഈ ഒരു രീതിയിലൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ അത് ന്യായമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സമയത്ത് ജനങ്ങളെ സഹായിക്കാനുള്ള കാര്യങ്ങൾ, അവരെ ആ ഒരു ദുരിതത്തിൽ നിന്ന് കരകയറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതിന് മുഖ്യമന്ത്രി പല സ്ഥലങ്ങളിലും വിരുന്നുണ്ടും ആഘോഷിച്ചും ഒക്കെ നടക്കുന്നത് കണ്ടപ്പോൾ അഭിപ്രായം പറയണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കമന്റ് ചെയ്യാൻ മറക്കരുത്.